അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, മൻ നജാത യാ റസൂലല്ലാഹ്, എന്തുണ്ട് നബിയെ വിജയിക്കാൻ മാർഗം, എന്തുണ്ട് രക്ഷപ്പെടാൻ മാർഗം, എന്താണുള്ളത്? ആ സമയത്ത് നബി തങ്ങൾ കൊടുത്ത മറുപടി നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. അംസിക് അലൈക ലിസാനക്, ഉഖബ, നീ നിൻ്റെ നാവിനെ നീ കടിഞ്ഞാണിടണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പാതിരാത്രിയുള്ള നമസ്കാരങ്ങളും പകലിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള കഠിനമായ ചൂടിനെ നേരിട്ടുകൊണ്ടുള്ള നോമ്പുകളും അതോടൊപ്പം നാം ഓതുന്ന ഖുർആൻ പാരായണങ്ങളും ഇതെല്ലാം നമ്മുടെ നാവിൻ്റെ തെറ്റ് കാരണം, നമ്മുടെ ഗീബത്ത്, നമീമത്ത് പോലത്തെ ജനങ്ങളുമായി ഇടപെടുന്ന കാര്യങ്ങളിലൂടെ വന്നു പോകുന്ന തെറ്റുകൾ കാരണം നാളെ ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ കാണാതെ പോകുന്നൊരവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ മഹാനവറുകളോട് കൊടുത്ത ഉപദേശം അംസിക് അലൈക ലിസാനക്, നമ്മൾ നമ്മുടെ നാവിനെ സംരക്ഷിക്കണം, നമ്മുടെ നാവിനെ നമ്മൾ സുരക്ഷിതമാക്കണം. പരിശുദ്ധ റമളാനിലൂടെ നാം കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവന് ഫൽയകുൽ ഖൈറ, അവന് ഖൈർ പറഞ്ഞുകൊള്ളട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ നന്മ പറയുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക. മറിച്ച് നമ്മൾ മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെയോ സംസാരങ്ങൾ നമ്മുടെ നാവിലൂടെ കടന്നു വന്ന് നമ്മുടെ പരിശുദ്ധ റമളാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലാക്കാൻ പാടില്ല. അല്ലാഹു തആല പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.